ഹ്യൂമാനിറ്റീസ് കഫയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് +2 എക്കണോമിക്സിലെ മാക്രോയുടെ ഭാഗത്ത് നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാനുള്ള എന്താണ് പ്രോബ്ലംസ് ആണ്, കണക്കുകളാണ്. ഇതിൻ്റെ പാർട്ട് 2 വീഡിയോ ആണിത്. പാർട്ട് 1 വീഡിയോ ഓൾറെഡി അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നാളെയാണ് നമ്മുടെ ഇംപ്രൂവ്മെൻറ്റ് എക്സാം ഒക്കെ വരുന്നത്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ചാനലിൽ മൈക്രോ എക്കണോമിക്സിലെ പ്രോബ്ലംസ് ഒക്കെ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ മൈക്രോയിലെയും മാക്രോയിലെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രാഫുകൾ ഏതൊക്കെയാണെന്ന് ഫുള്ള് ചാപ്റ്റർ വൈസ് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് മൈക്രോയിൽ നിന്നും മാക്രോയിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ടോപ്പിക്സുകൾ, ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് ഇംഗ്ലീഷിലും മലയാളത്തിലും പറഞ്ഞിട്ടുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഒരു പ്ലേലിസ്റ്റാക്കി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമൻറ്റ് ബോക്സിലോ ഒക്കെ പിൻ ചെയ്ത് കൊടുത്തേക്കാം. എല്ലാവരും ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക. പലരും ചോദിക്കുന്നുണ്ടായിരുന്നു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമോ എന്നൊക്കെ, പക്ഷേ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഓക്കെ, പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം, ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ പറയാൻ പോകുന്നത് മാക്രോയ്ക്ക് അകത്തുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ പാർട്ട് 1 വീഡിയോയിൽ പറഞ്ഞത് രണ്ടാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് പറഞ്ഞത്, കണക്ക് ചോദ്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് പറയാനുള്ളത് ബാക്കിയാണ്. മൂന്നാമത്തെ ചാപ്റ്ററിൽ പ്രത്യേകിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണക്കൊന്നും വരുന്നില്ല. അതിനകത്ത് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്, പക്ഷേ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് വരുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് പറയാനുള്ളത് 4th ചാപ്റ്ററാണ്, ഡിറ്റർമിനേഷൻ ഓഫ് ഇൻകം ആൻഡ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ളത്. അപ്പോൾ അതിൽ ആദ്യമേ നിങ്ങൾ എല്ലാവരും നിർബന്ധമായിട്ടും പഠിച്ചു വെക്കേണ്ട ഒരു ചോദ്യമാണ്. ആൻഡ് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ആൻഡ് ഇൻഡിവിജ്വൽസ് ഇൻകം ഇൻക്രീസസ് ഫ്രം 1000 to 1500. അതായത് ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, ഒരു വ്യക്തിയുടെ വരുമാനം ഇൻകം 1000 നിന്ന് 1500 വർദ്ധിച്ചു. ദെൻ ഹിസ് കൺസപ്ഷൻ ഇൻക്രീസസ് ഫ്രം 800 to 1150. ഓക്കെ, അതായത് അദ്ദേഹത്തിൻ്റെ കൺസപ്ഷൻ 800 നിന്ന് 1150 കൂടി. അങ്ങനെയെങ്കിൽ നമ്മളെടുത്ത് MPC കാണണം, വാട്ട് ഈസ് എ ചേഞ്ച് ഇൻ സേവിങ് കാണണം, ആൻഡ് MPS കൂടി കാണാം. ഇങ്ങനൊരു മോഡൽ ചോദ്യം ഒരു 2-3 മാർക്കിനൊക്കെ വരാറുണ്ട്. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു വ്യക്തിയുടെ വരുമാനം ഇൻകം 1000 നിന്ന് 1500 റുപ്യയായിട്ട് കൂടി. ഓക്കെ, ആൻഡ് ഓൾസോ അയാളുടെ കൺസപ്ഷൻ അപ്പോൾ കാണും. നമുക്കറിയാം, വരുമാനം കൂടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ കൺസപ്ഷൻ എന്ന് പറയുമ്പോൾ ഈ ഒരു പർച്ചേസിങ് കപ്പാസിറ്റി ആണല്ലോ. അതായത് നമ്മൾ മേടിക്കുന്ന അതിൻ്റെ ഒരു ഇതാണല്ലോ പറയുന്നത്. സോ ദാറ്റ് ഈസ് കൺസപ്ഷനും അവിടെ 800 നിന്ന് 1150 വർദ്ധിക്കുകയുണ്ടായി. അങ്ങനെയെങ്കിൽ MPC കാണുക എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. MPC കാണാൻ വേണ്ടിയിട്ട് നമുക്കറിയാം അതിനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്, ΔC/ΔY. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൊടുത്തിട്ടുള്ള ഇക്വേഷനാണ് MPC കാണാൻ വേണ്ടിയിട്ട്. ΔC/ΔY. ഈ ΔC എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ആ ചേഞ്ച് ഇൻ ദ കൺസപ്ഷനിൽ ഉണ്ടായ മാറ്റമാണ്. ΔY എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ Y എന്ന് പറയുമ്പോൾ എപ്പോഴും നിങ്ങൾ ഓർത്തിരിക്കുക, നമ്മുടെ വരുമാനം ഉണ്ടല്ലോ, ഇൻകത്തെയാണ് നമ്മൾ Y എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ΔC/ΔY ആണ് MPC കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു തന്നിട്ടുള്ള ഡേറ്റ വെച്ചിട്ട് ΔC ആൻഡ് ΔY നമ്മൾ ക്വസ്റ്റനിൽ നിന്ന് കണ്ടുപിടിക്കുക വേണ്ടത്. അപ്പോൾ ഇവിടെ ബ്രാക്കറ്റിൽ ചെയ്തിട്ടുണ്ട്. ΔC എന്ന് പറയുമ്പോൾ ചേഞ്ച് ഇൻ കൺസപ്ഷൻ ആണല്ലോ. അപ്പോൾ കൺസപ്ഷൻ അവിടെ എങ്ങനെയാണ്, 800 നിന്ന് 1150 കൂടി എന്ന് പറഞ്ഞിട്ടുള്ള മാറ്റമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 1150 നിന്ന് 800 കുറച്ച് കഴിഞ്ഞാൽ ΔC കിട്ടും. ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ കൺസപ്ഷനിലുണ്ടായ വ്യത്യാസം നമുക്ക് കിട്ടും. അത് രണ്ടും സബ്ട്രാക്ട് ചെയ്ത് എടുക്കുമ്പോൾ 350 നമുക്ക് കിട്ടുക. ഇനി ΔY എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു, ചേഞ്ച് ഇൻ ഇൻകം ആയിരുന്നു അല്ലേ. അപ്പോൾ ഇൻകത്തിലുള്ള ചേഞ്ച് അവിടെ തന്നിട്ടുണ്ടല്ലോ, 1000 നിന്ന് 1500 കൂടി എന്നുള്ളത്. അപ്പോൾ 1500 നിന്ന് 1000 നമ്മൾ സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് 500 കിട്ടും. എപ്പോഴും ഇവിടെ വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ എടുത്ത് കുറയ്ക്കാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ΔCയും ΔY നമുക്ക് കിട്ടി. അങ്ങനെയെങ്കിൽ ഇക്വേഷനിൽ ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യാം. 350/500 കൊടുക്കുക, 0.7 ആണ് നമുക്ക് MPC ആയിട്ട് ഉത്തരം കിട്ടുക. ഓക്കെ, അപ്പോൾ എവിടെ ശ്രദ്ധിക്കുക, MPC നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് കാണാനുള്ളത് ചേഞ്ച് ഇൻ സേവിങ് ആണ്. അപ്പോൾ നമുക്ക് സേവിങ്ങിൽ ഉണ്ടായ മാറ്റത്തെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതാണ് ΔS എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ΔS എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾ ആദ്യമേ ഇതിൻ്റെ ഈ ഒരു ഇക്വേഷൻ മനസ്സിലാക്കണമെങ്കിൽ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം മനസ്സിലാക്കണം. Y = C+S. ഞാൻ പറഞ്ഞു Y എന്ന് പറയുന്നത് ഇൻകം ആണ് അല്ലേ, നമ്മുടെ വരുമാനത്തെയാണ് Y എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യുക. ഈ C എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺസപ്ഷൻ ആണ്, S എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സേവിങ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളൊരു കാര്യമാണ്, നമ്മുടെ വരുമാനം എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെയുണ്ട്, നമ്മുടെ കൺസപ്ഷനും ഉണ്ട്, സേവിങ്ങും ഉണ്ട് അല്ലേ. നമുക്കിപ്പോൾ ഒരു 1000 രൂപ കിട്ടിയെന്ന് വെക്കാം, നമ്മൾ ജോലി ചെയ്തു സമ്പാദിച്ച ഒരു
1000 രൂപ നമുക്ക് വരുമാനമായിട്ട് കിട്ടി. അപ്പോൾ അതിൽ നമ്മൾ എങ്ങനെയാണ് മാറ്റുക? നമ്മൾ ഒരു എന്താ പറയുക, ചിലപ്പോൾ ഒരു 600 രൂപയ്ക്ക് നമ്മൾ കൺസെപ്ഷൻ നടത്തും, 400 രൂപ എന്ത് ചെയ്യും, നമ്മൾ സേവ് ചെയ്ത് വെക്കും അല്ലേ. അപ്പോൾ ഈ ഒരു കൺസെപ്ഷനും സേവിങ്ങും കൂടി കൂട്ടുന്ന ടൈമിലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഇൻകം കിട്ടുക അല്ലേ. നമ്മുടെ 600 കൺസെപ്ഷനും 400 സേവിങ്ങും കൂടി കൂട്ടുമ്പോൾ 1000 കിട്ടിയില്ലേ. അപ്പോൾ 1000 അല്ലേ ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക, y=c+s ആണ്. അപ്പോൾ ഇൻകം എന്ന് പറയുന്നത് കൺസെപ്ഷൻ്റെയും സേവിങ്സും തമ്മിൽ കൂട്ടുന്ന ടൈമിലാണ് നമുക്ക് എന്ത് കിട്ടുക, ഇൻകം കിട്ടുന്നത്. ഓക്കെ, അതൊരു എന്താ പറയുക, സ്റ്റേബിളായിട്ട് ഓർക്കേണ്ട ഒരു ഇക്വേഷനാണ് y=c+s. ഇനി ഇതിൽ നിന്നാണ് നമ്മൾ എസ് കണ്ടുപിടിക്കാൻ പോകുന്നത്. എസ് എന്ന് പറയുമ്പോൾ നമുക്ക് എസ് കണ്ടുപിടിക്കണം. അപ്പോൾ എസ് ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ എന്താണ്, y-c ആയിട്ട് മാറും അല്ലേ. അത് ആ ഒരു കാര്യം മനസ്സിലായല്ലോ. y=c+s, എസ് ഇങ്ങോട്ട് എന്താണ് ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താണ് y-c ആയിട്ട് റൈറ്റ് സൈഡ് മാറും. ഓക്കെ, ഇനി ഇതിൽ നിന്നാണ് നമ്മൾ ഈ ഒരു ഇക്വേഷൻ എടുക്കുന്നത്. ദാറ്റ് ഈസ് ΔS=Δy -Δc എന്ന് പറഞ്ഞിട്ട്. അപ്പം Δy നമുക്കിവിടെ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചതാണ് 500 അല്ലേ. ആൻഡ് Δc എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കണ്ടുപിടിച്ചു 350. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ കുറയ്ക്കുമ്പോൾ 150 നമുക്ക് Δs ആയിട്ട് എന്ന് പറയുമ്പോൾ ചേഞ്ച് ഇൻ സേവിങ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഒന്നുകൂടി പറഞ്ഞു തരാം. നമ്മൾ ആദ്യം എന്ത് ചെയ്തു, MPC നമ്മൾ കണ്ടുപിടിച്ചു Δc/Δy വെച്ചിട്ട്. Δcയും Δy നമ്മൾ ക്വസ്റ്റ്യനിൽ നിന്ന് എന്താണ് മൈനസ് ചെയ്ത് കണ്ടുപിടിച്ചു. ഓക്കെ, പിന്നെ നമ്മൾ ഇക്വേഷൻ ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്തു, MPC നമുക്ക് കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ചേഞ്ച് ഇൻ സേവിങ് ആണ്. അപ്പോൾ സേവിങ്ങിലെ മാറ്റം കാണണമെങ്കിൽ നമ്മൾ ഈ ഒരു ഇക്വേഷനാണ് ആദ്യമേ ഓർക്കേണ്ടത്, y=c+s. അപ്പോൾ അതിൽ നിന്ന് s=y-c എന്ന് നമ്മൾ ഡിറൈവ് ചെയ്തെടുത്തു. ആൻഡ് ഇതിൽ നമ്മൾ ആ ഒരു ആ ഒരു മോഡലോട്ടാക്കി. ദാറ്റ് ഈസ് Δs=Δy -Δc എന്നുള്ള രീതിയിൽ Δyയും Δc നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിനെ മൈനസ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ Δs ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ സേവിങ് നമുക്ക് ഉത്തരം കിട്ടി. ഓക്കെ, ഇനി നമുക്ക് കാണേണ്ടത് MPS ആണ് അല്ലേ. MPS ആണ് അടുത്ത ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ MPS കാണാൻ വേണ്ടിയിട്ട് 2 മെത്തേഡ് ഉണ്ട്. ഒന്നാമത്തെ മെത്തേഡ് MPSന് ഡയറക്റ്റ്ലി എന്താണ് MPC പോലെ ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താണ് Δs/Δy. ഓക്കെ, Δs/Δy എന്ന് പറഞ്ഞിട്ട് ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് അത് കൊടുത്ത് ചെയ്യാം. എന്ന് പറയുമ്പോൾ Δs നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു 150. ആൻഡ് Δy നമുക്കറിയാം, ഇവിടെ നമ്മൾ നോക്കിയതായിരുന്നു 500. ഡിവൈഡ് ചെയ്യുമ്പോൾ 0.3. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. നമുക്ക് MPS കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. പക്ഷേ ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഈ ഒരു Δs നമുക്ക് മീൻസ് ഉണ്ടായിരിക്കത്തില്ല. അപ്പോൾ Δs ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ മെത്തേഡ് കൂടി പഠിച്ചു വെക്കാൻ പറയുന്നത്. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ Δs കാണാനേ ചോദിക്കത്തില്ലായിരിക്കാം. എന്താണ്, അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് കാണാൻ പറ്റുന്നതാണ് അടുത്തൊരു മെത്തേഡ്. ഒന്ന് നോക്കിയിരിക്കുക. ഈ ആദ്യമേ പറയാനുള്ള ഒരു കാര്യം നോക്കിയാൽ MPC + MPS എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, നമ്മളിവിടെ പറഞ്ഞ MPCയും ഈ MPSും തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് 1 ആണ് കിട്ടുക. ഓക്കെ, അത് നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. ഒരു ഇക്വേഷൻ പോലെ നിങ്ങൾ പഠിക്കുക. MPC MPSും കൂട്ടിക്കഴിഞ്ഞാൽ എന്താണ് 1 ആണ് കിട്ടുക. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് MPS കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, MPS നമ്മൾ പുറത്തോട്ട് എടുക്കുമ്പോൾ 1 - MPC എന്നല്ലേ വരിക. ഓക്കെ, ഇനി നമുക്ക് MPC കാണണം. അങ്ങനെയെങ്കിൽ നമ്മളെങ്ങനെ എടുക്കും, MPC = 1 - MPS എന്നല്ലേ വരത്തുള്ളൂ. ഓക്കെ, ഇപ്പോൾ എവിടെ നമുക്ക് MPS മതി. അപ്പോൾ MPS = 1 - MPC നമുക്കിവിടെ നമുക്ക് ഇക്വേഷൻ എഴുതാം. ദെൻ 1 - MPC നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടുപിടിച്ചതാണ് 0.7. 0.7 മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് 0.3. ഇതല്ലേ കുറച്ചുകൂടി ഈസി ആയിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഡിവൈഡ് ചെയ്തൊന്നും കഷ്ടപ്പെടേണ്ട. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇതുകൂടി നിങ്ങൾ നോക്കി വയ്ക്കണം. എന്താണ്, അപ്പോൾ ചില സന്ദർഭം Δs നമുക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ നോക്കി വയ്ക്കുക. അത് പറയാൻ കാരണം നമുക്ക് ചിലപ്പോൾ MPC നമുക്കിപ്പോൾ ഒരു വാല്യൂ തന്നിട്ടുണ്ടായിരിക്കും. അങ്ങനെയെങ്കിൽ MPS കാണാൻ വേണ്ടിയിട്ട് ചോദിക്കും ഒരു 2 മാർക്കിനൊക്കെ. അപ്പോൾ അന്നേരം നമുക്ക് സിമ്പിളായിട്ട് 1 - ആ ഒരു MPCയുടെ വാല്യൂ നമ്മൾ അതിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് MPS സിമ്പിളായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം പറഞ്ഞത്. അപ്പോൾ ഒന്നുകൂടി പറയുകയാണെങ്കിൽ MPCയുടെ ഇക്വേഷൻ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. Δc/Δy. ആൻഡ് അതെങ്ങനെ കാണുന്നത് എന്നുള്ളത് പറഞ്ഞു. അത് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഓക്കെ, ജസ്റ്റ് മൈനസ് ചെയ്തെടുത്താൽ മതി. ആൻഡ് അടുത്ത് Δs കാണാം. ചേഞ്ച് ഇൻ സേവിങ്സ് ചോദിക്കുകയാണെങ്കിൽ Δy - Δc അതെങ്ങനെയാണ് വന്നതെന്നും പറഞ്ഞു അല്ലേ. അതനുസരിച്ച് ചെയ്യുക. MPS കാണാനുള്ള ഒന്നാമത്തെ മെത്തേഡാണ് Δs/Δy എന്ന് പറയുന്ന ഇക്വേഷൻ ഇട്ട് ചെയ്യാന്നുള്ളത്. അതൊക്കെ അവിടെ വാല്യൂസ് ഉണ്ടായിരുന്നു. അടുത്ത് രണ്ടാമത്തെ മെത്തേഡ് കൂടി നിങ്ങൾ ഓർത്ത് വെക്കണം. MPC MPS തമ്മിൽ കൂട്ടുമ്പോൾ 1 ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ MPS കാണാൻ 1 - MPC ചെയ്താൽ മതി. MPC നമ്മൾ ഓൾറെഡി കണ്ടെത്തി. അങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് 0.3 എന്നുള്ള ആൻസറിലോട്ട് എത്താം. ഇത് എളുപ്പമാണ്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് കണ്ടു നോക്കുക. എന്നിട്ട് മനസ്സിലായില്ലെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ട ചോദ്യം,
ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ഈ ഒരു ചോദ്യമാണ് കേട്ടോ. ഇങ്ങോട്ടുള്ളത് വേണ്ടാതെ എക്സ്ട്രാ എഴുതി വെച്ചിട്ടുള്ളതാണ്. നമുക്ക് ഈ ഒരു ചോദ്യം നോക്കാം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇഫ് MPC ഈസ് 0.3 ഒരു മിനിറ്റ്. ഓക്കെ, നോക്കാം. ഇഫ് MPC ഈസ് 0.3 ഫൈൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലയർ. ഓക്കെ, MPC നമുക്ക് 0.3 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലയർ കണ്ടുപിടിക്കുക. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലയർ നിങ്ങളിങ്ങനെ IM എന്നൊന്നും എഴുതരുത്, ഫുള്ളായിട്ട് എഴുതുക കേട്ടോ. ഞാനിത് എനിക്ക് വേണ്ടി ആക്ച്വലി ഉണ്ടാക്കിയ പ്രിപ്പയർ ചെയ്ത നോട്ടായിരുന്നു കഴിഞ്ഞ കൊല്ലം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുള്ളത്. സോ ദാറ്റ് ഈസ് ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലയർ കാണാനുള്ള ഇക്വേഷനാണ് 1 ഡിവൈഡഡ് ബൈ 1 - C എന്നുള്ളത്. ഇത് ഇക്വേഷനാണ്, നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, പഠിച്ചു വെച്ചാലേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. 1/1 - C എന്നുള്ളതാണ് ഇക്വേഷൻ, ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലയർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ MPC ഈ C എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ MPC ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ MPC 0.3 തന്നിട്ടുണ്ട്. അപ്പം 1/1 - 0.3. അപ്പോൾ നമുക്ക് ഇത് 1ൽ നിന്ന് 0.3 കുറച്ച് കഴിഞ്ഞാൽ 0.7 നമുക്ക് കിട്ടും. ഇത് ഡിവൈഡ് ചെയ്തെടുക്കുമ്പോൾ 1.43 നമുക്ക് ആൻസർ ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റുന്നതാണ്. ഒരു 2-3 മാർക്കിന് ചോദിക്കാം. ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലയർ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? 1/1 - C ആണ്. ഇത്ര നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഓക്കെ, ഇനി നമുക്ക് വരുന്നത് അടുത്ത ചാപ്റ്ററാണ്. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് കൂടി നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ തീരും കേട്ടോ. ഓക്കെ, അപ്പോൾ ഗവൺമെൻറ് ബജറ്റ് ആൻഡ് ദ എക്കോണമി എന്ന് പറയുന്ന മാക്രോയിലെ 5ാമത്തെ പാഠം. ഇതിൽ ആദ്യമേ പഠിക്കേണ്ട ഒരു കണക്കുണ്ട്. നോക്കിയാൽ ഫൈൻഡ് റവന്യൂ ഡെഫിസിറ്റ്, ഫിസ്ക്കൽ ഡെഫിസിറ്റ് ആൻഡ് പ്രൈമറി ഡെഫിസിറ്റ് ഫ്രം ദ ഡേറ്റ. ഒരു ടേബിൾ ഡേറ്റ തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് റവന്യൂ ഡെഫിസിറ്റ് കാണണം, ഫിസ്ക്കൽ ഡെഫിസിറ്റ് കാണണം, അതുപോലെ പ്രൈമറി ഡെഫിസിറ്റ് കൂടി കാണാം. 3 കാര്യങ്ങളാണ് കണ്ടുപിടിക്കാനുള്ളത്. 3 കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ നമുക്ക് 3 ഇക്വേഷൻസ് ഉണ്ട്. അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ തന്നിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ദെൻ എന്താ പറയുക, ഇത് വലിയ നീറ്റ് അല്ലെങ്കിൽ ഒന്ന് ക്ഷമിക്കുക കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, എനിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തായിരുന്നു കഴിഞ്ഞ കൊല്ലം. ആൻഡ് ഇപ്പോൾ എനിക്ക് എക്സാം നടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് മാറ്റി എഴുതാനുള്ള ടൈം കിട്ടിയില്ല. ഓക്കെ, സോ ദാറ്റ് ഈസ് ആദ്യം നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് റവന്യൂ ഡെഫിസിറ്റ് ആണ്. അപ്പോൾ റവന്യൂ ഡെഫിസിറ്റ് കാണാനുള്ള ഇക്വേഷനാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ മൈനസ് റവന്യൂ റെസിപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. പഠിച്ചു വെച്ചിട്ടില്ലാത്തവരാണെങ്കിൽ ഈ ഇക്വേഷൻ നമുക്ക് 1 വേർഡായിട്ടൊക്കെ ചോദിക്കാറുണ്ട്. എന്താണ് റവന്യൂ ഡെഫിസിറ്റ് കാണാനായിട്ട് റവന്യൂ എക്സ്പെൻഡിച്ചർ മൈനസ് റവന്യൂ റെസീപ്റ്റ്സ് ചെയ്താൽ മതി. എവിടെ നോക്കിയാൽ റവന്യൂ എക്സ്പെൻഡിച്ചർ തന്നിട്ടുണ്ടോ? റവന്യൂ എക്സ്പെൻഡിച്ചർ തന്നിട്ടുണ്ട് 964 അല്ലേ. ആൻഡ് റവന്യൂ റെസിപ്റ്റ് ഉണ്ടോ നോക്കിയാൽ റവന്യൂ റെസിപ്റ്റ് ഇത് ആദ്യമേ കൊടുത്തിട്ടുണ്ട് 5773 എന്ന്. അപ്പോൾ ഇത് മൈനസ് ചെയ്തെടുക്കുമ്പോൾ 3291 കിട്ടും. ദാറ്റ് ഈസ് റവന്യൂ ഡെഫിസിറ്റ്. അപ്പോൾ നിങ്ങൾ എന്താ ഓർക്കേണ്ടത്? റവന്യൂ ഡെഫിസിറ്റ് കാണാനുള്ള ഇക്വേഷനാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ മൈനസ് റവന്യൂ റെസീപ്റ്റ്സ് എന്നുള്ളത്. രണ്ടും ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. മൈനസ് ചെയ്ത് എടുത്താൽ മതി, നമുക്ക് ആൻസർ പെട്ടെന്ന് കിട്ടും. ഓക്കെ, ഇക്വേഷൻ ഓർത്തിരിക്കുക. അടുത്ത് നമുക്ക് കാണാനുള്ളത് ഫിസ്ക്കൽ ഡെഫിസിറ്റ് ആണ് അല്ലേ. അപ്പോൾ ഫിസ്ക്കൽ ഡെഫിസിറ്റ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൈനസ് റവന്യൂ റെസിപ്റ്റ്സ് പ്ലസ് നോൺ ഡെപ്റ്റ് ക്രിയേറ്റിംഗ് ക്യാപിറ്റൽ റെസിപ്റ്റ്സ്. ഓക്കെ, ഇതൊക്കെ ആക്ച്വലി ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ ഇത് നല്ല രീതിയിൽ എന്തൊക്കെയായി വാക്കുകളെന്ന് തോന്നിപ്പോകും. പക്ഷേ നിങ്ങൾ 2-3 തവണ ഒന്ന് വായിച്ച് എടുത്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഓർമ്മയിലിരിക്കും. ഓക്കെ, അപ്പോൾ ഫിസ്ക്കൽ ഡെഫിസിറ്റ് കാണാൻ എന്താ ചെയ്യേണ്ടത്? ടോട്ടൽ എക്സ്പെൻഡിച്ചറിൽ നിന്ന് റവന്യൂ റെസിപ്റ്റും നോൺ ഡെപ്റ്റ് ക്രിയേറ്റിംഗ് ക്യാപിറ്റൽ റെസിപ്റ്റും കൂട്ടിയിട്ട് എന്ത് ചെയ്യുക? കുറയ്ക്കുക അല്ലേ. ദറ്റ് ഈസ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൈനസ് റവന്യൂ റെസിപ്റ്റ്സ് പ്ലസ് നോൺ ഡെപ്റ്റ് ക്രിയേറ്റിംഗ് ക്യാപിറ്റൽ റെസിപ്റ്റ്സ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, പക്ഷേ എവിടെ നമ്മൾ നോക്കിയേ ടോട്ടൽ എക്സ്പെൻഡിച്ചർ, നമുക്ക് ടോട്ടൽ എക്സ്പെൻഡിച്ചർ തന്നിട്ടുണ്ട് 10216 അല്ലേ. ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഉണ്ട്. അടുത്ത് നമുക്ക് വേണ്ടത് റവന്യൂ റെസിപ്റ്റ്സ് ആണ്. അപ്പോൾ റവന്യൂ റെസിപ്റ്റ് നമുക്ക് ഇവിടെ ഉണ്ടായിരുന്നു 5773, അത് രണ്ടും കിട്ടി. ഇനി നമുക്ക് വേണ്ടത് എന്താ? നോൺ ഡെപ്റ്റ് ക്രിയേറ്റിംഗ് ക്യാപിറ്റൽ റെസിപ്റ്റ്സ് ആണ്. അപ്പോൾ എവിടെ നമ്മൾ നോക്കുമ്പോൾ ആ ഒരു രീതിക്ക് ഇവിടെ കാണുന്നില്ല, നോൺ ഡെപ്റ്റ് ക്രിയേറ്റിംഗ് ക്യാപിറ്റൽ റെസിപ്റ്റ്സ് എന്ന് കാണുന്നില്ല. പകരം എന്തുണ്ട്? അപ്പോൾ നോൺ ഡെപ്റ്റ് ക്രിയേറ്റിംഗ് ക്യാപിറ്റൽ റെസിപ്റ്റ് ഇങ്ങനെ ഡയറക്റ്റായിട്ട് കൊടുക്കാത്ത ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷനാണ് ക്യാപിറ്റൽ റെസിപ്റ്റ്സ് മൈനസ് ബോറോവിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, കാരണം ഇവിടെ ക്യാപിറ്റൽ റെസിപ്റ്റ്സും ഉണ്ട്, ബോറോവിങ്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി. ഇത് ആദ്യം കേൾക്കുമ്പോൾ ഡൗട്ട് ആവും, എനിക്കറിയാം. പക്ഷേ ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരാം, ശ്രദ്ധിച്ച് കേട്ടിരിക്കുക. ഫിസ്ക്കൽ ഡെഫിസിറ്റ് കാണാനുള്ള ഇക്വേഷൻ ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൈനസ് റവന്യൂ റെസിപ്റ്റ്സ് പ്ലസ് നോൺ ഡെപ്റ്റ് ക്രിയേറ്റിംഗ് ക്യാപിറ്റൽ റെസിപ്റ്റ്സ്. ഈ ഒരു ക്വസ്റ്റ്യനിൽ ടോട്ടൽ എക്സ്പെൻഡിച്ചർ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ആൻഡ് റവന്യൂ റെസിപ്റ്റ്സ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. പക്ഷേ നോൺ ഡെപ്റ്റ് ക്രിയേറ്റിംഗ് ക്യാപിറ്റൽ റെസിപ്റ്റ്സ് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടില്ല? കൊടുത്തിട്ടില്ല. അപ്പം നോൺ ഡെപ്റ്റ് ക്രിയേറ്റിംഗ് ക്യാപിറ്റൽ റെസിപ്റ്റ്സ് കാണാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്നതാ? ക്യാപിറ്റൽ റെസിപ്റ്റിൽ നിന്ന് ബോറോവിങ്സ് കുറച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ റെസിപ്റ്റ് എവിടെ തന്നിട്ടുണ്ട്? 4443. ബോറോവിങ്സും തന്നിട്ടുണ്ട് 4140. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്തോളണം? ഇതൊന്ന്
കണ്ടുപിടിച്ച് വെക്കുക സെപ്പറേറ്റ് ആയിട്ട്. നോൺ ഡെപ്റ്റ് ക്രിയേറ്റിംഗ് ക്യാപിറ്റൽ റെസിപ്റ്റ് അതായത് ഈ ഒരു വാല്യൂയിൽ നിന്ന് ഈ ഒരു വാല്യൂ കുറച്ച് വെക്കുക. ഓക്കെ, ദെൻ ബാക്കിയുള്ള വാല്യൂസ് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയാൽ ആദ്യമേ അത് കുറച്ച് വെക്കുന്ന സമയത്ത് നമുക്ക് 303 നോൺ ഡെപ്റ്റ് ക്രിയേറ്റിംഗ് ക്യാപിറ്റൽ റെസിപ്റ്റ് ആയിട്ട് നമുക്ക് വരുന്നത്. ആൻഡ് ഫിസിക്കൽ ഡെഫിസിറ്റ് കാണാൻ എന്ത് ചെയ്യണം, 10,216 നിന്ന് 5,773 പ്ലസ് 303 ആ ഒരു പിന്നെ അതിനെ സോൾവ് ചെയ്ത് എടുത്താൽ മതി. അപ്പം നമുക്ക് 4,140 കിട്ടും. ഈ 10,216 എവിടെ നിന്നാണ് വന്നത്? ഈ ഒരു ഡേറ്റ നോക്കുക കേട്ടോ. ഇതെവിടെ നോക്കിക്കേ, 10,216 ടോട്ടൽ എക്സ്പെൻഡിച്ചറാണ് നമ്മൾ ആദ്യം എടുക്കേണ്ടത് അല്ലേ. നമ്മൾ ഇക്വേഷൻ അത് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു, അത്രയേ ഉള്ളൂ. ടോട്ടൽ എക്സ്പെൻഡിച്ചർ 10,216 മൈനസ് റവന്യൂ റെസിപ്റ്റ്സ് നമുക്ക് ഉണ്ടായിരുന്നു 5,773 പ്ലസ് എന്ത് ചെയ്യുക, നോൺ ഡെപ്റ്റ് ക്രിയേറ്റിംഗ് ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ് നമ്മളിവിടെ കണ്ടുപിടിച്ചത്. അപ്പോൾ നമുക്ക് എത്ര കിട്ടി, 303 കിട്ടി. പിന്നെ അതിനെ നമ്മൾ സോൾവ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഫിസിക്കൽ ഡെഫിസിറ്റിൻ്റെ ആൻസർ കിട്ടും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് പ്രൈമറി ഡെഫിസിറ്റ് കാണാനാണ്. പ്രൈമറി ഡെഫിസിറ്റ് കാണാനുള്ള ഇക്വേഷൻ ഫിസിക്കൽ ഡെഫിസിറ്റ് മൈനസ് ഇൻട്രസ്റ്റ് പേയ്മെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ പ്രൈമറി ഡെഫിസിറ്റ് കാണാനുള്ള ഇക്വേഷൻ എന്താ, പഠിച്ചു വെക്കുക, ഫിസിക്കൽ ഡെഫിസിറ്റ് മൈനസ് ഇൻട്രസ്റ്റ് പേയ്മെൻ്റ് ആണ്. അപ്പോൾ നമുക്കിവിടെ ഫിസിക്കൽ ഡെഫിസിറ്റ് നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ആദ്യമേ തന്നെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ. ഫിസിക്കൽ ഡെഫിസിറ്റ് നമ്മളിവിടെ ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ കണ്ടുപിടിച്ചതാണ്. ആൻഡ് ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് കുറയ്ക്കുക. ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് ഇവിടെ 2,195 ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുപിടിച്ച ഫിസിക്കൽ ഡെഫിസിറ്റിൽ നിന്ന് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് കുറയ്ക്കുക. 4,140 ഫിസിക്കൽ ഡെഫിസിറ്റ് കിട്ടിയത്. അതിൽ നിന്ന് ഇൻട്രസ്റ്റ് പേയ്മെൻ്റ് ആയ 2,195 കുറയ്ക്കുക. അപ്പോൾ നമുക്ക് 1,945 പ്രൈമറി ഡെഫിസിറ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഈ ഇക്വേഷൻസ് ആണ്. ഓക്കെ, ഇക്വേഷൻസ് നിങ്ങൾ പ്രോപ്പറായിട്ട് അറിഞ്ഞിരിക്കണം. റവന്യൂ ഡെഫിസിറ്റ് കാണാൻ റവന്യൂ എക്സ്പെൻഡിച്ചറിൽ നിന്ന് റവന്യൂ റെസിപ്റ്റ് കുറയ്ക്കുക. ഫിസിക്കൽ ഡെഫിസിറ്റ് കാണാൻ ടോട്ടൽ എക്സ്പെൻഡിച്ചറിൽ നിന്ന് റവന്യൂ റെസിപ്റ്റ്സ് പ്ലസ് നോൺ ഡെപ്റ്റ് ക്രിയേറ്റിംഗ് ക്യാപിറ്റൽ റെസിപ്റ്റ്സ് കുറയ്ക്കണം. ഇനി നോൺ ഡെപ്റ്റ് ക്രിയേറ്റിംഗ് ക്യാപിറ്റൽ റെസിപ്റ്റ്സ് പ്രത്യേകിച്ച് കൊടുത്തില്ലെങ്കിൽ അവിടെയുള്ള ക്യാപിറ്റൽ റെസിപ്റ്റ്സിൽ നിന്ന് ബോറോവിങ്സ് കൊടുത്ത് മീൻസ് കുറച്ച് എടുത്താൽ മതി. ഇനി അടുത്ത് നമുക്ക് വരുന്നതാണ് എന്താ, പ്രൈമറി ഡെഫിസിറ്റ്. അത് കാണാനായിട്ട് ഫിസിക്കൽ ഡെഫിസിറ്റിൽ നിന്ന് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് കുറയ്ക്കുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. ഇക്വേഷൻസ് കൃത്യമായിട്ട് ഓർത്തിരുന്നാൽ നമുക്കിത് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു ചോദ്യം കൂടി നോക്കിയാൽ മതി. ഇതോടുകൂടി ഈ ഒരു വീഡിയോ തീർന്നു കേട്ടോ. മാക്രോയിലെ കണക്കുകളെല്ലാം കംപ്ലീറ്റ് ആവും. ഓക്കെ, ഒന്ന് നോക്കിയാൽ ഇഫ് MPC ഈസ് 0.5 T = 0.3 ഫൈൻഡ് ഓൾ മൾട്ടിപ്ലയേഴ്സ് എന്നാണ് കേട്ടോ ഇവിടെ എഴുതിയിട്ടുള്ളത്. മൾട്ടിപ്ലയേഴ്സ്. ഓക്കെ, അതായത് MPC നമുക്ക് 0.5 എന്ന് തന്നിട്ടുണ്ട് ആൻഡ് T എന്ന് പറയുന്നത് 0.3 ആയിട്ടും തന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമ്മൾ എല്ലാ മൾട്ടിപ്ലയേഴ്സും എന്ത് ചെയ്യണം, കണ്ടുപിടിച്ച് കൊടുക്കണം. നമുക്ക് ആദ്യം ഈ മൾട്ടിപ്ലയേഴ്സ് ഏതൊക്കെ ഉണ്ടെന്നും അതിൻ്റെ ഇക്വേഷൻസും ഒന്ന് സെപ്പറേറ്റ് ആയിട്ടൊന്ന് പഠിച്ചിട്ട് വരാം. ഓക്കെ, സോ അതിനുവേണ്ടി നമ്മൾ ഈ പേജിൽ ഈ ഒരു മാർക്കർ വെച്ച് റൗണ്ട് ചെയ്തിട്ടുള്ള ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, 4 മൾട്ടിപ്ലയേഴ്സാണ് നമുക്കിവിടെ പഠിക്കാനായിട്ടുള്ളത്. ആക്ച്വലി ഒരു മൾട്ടിപ്ലയർ കൂടി ഉണ്ട്, പക്ഷെ അത് നമുക്ക് കണക്കായിട്ട് വരില്ല. അല്ലാണ്ട് തിയറി പഠിക്കുമ്പോൾ നിങ്ങളത് പഠിക്കുക. ആൻഡ് ഇവിടെ നമുക്ക് 4 മൾട്ടിപ്ലയേഴ്സാണ് നമുക്ക് ഇതിന് ചോദിക്കുന്നത്. ഓക്കെ, ഒന്ന് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ. ഞാനെല്ലാം ഇവിടെ ഷോർട്ടായിട്ടാണ് എഴുതിയിട്ടുള്ളത്. ഞാൻ പറയുമ്പോൾ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ എന്നാണ് വരിക. അത് കാണാനായിട്ട് ΔY/ΔG എന്നോ അല്ലെങ്കിൽ 1/1 - C എന്നോ പഠിച്ചു വെക്കുക. ഓക്കെ, നിങ്ങൾ ഈ ഒരു നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. നമ്മൾ കണക്ക് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് നമുക്ക് ഈ ഒരു ഇക്വേഷൻസ് ആണ് നമുക്ക് ആവശ്യമായിട്ട് വരിക. ഇങ്ങനെ നമ്മൾ 1/, എന്നൊക്കെ എഴുതുന്ന ഇക്വേഷനാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. അപ്പം നിങ്ങൾ ഇത് നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക. ഇത് പറ്റുമെങ്കിൽ ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ കാണാൻ എന്താ, 1/1 - C ആണ്. ടാക്സ് മൾട്ടിപ്ലയർ ആണ് അടുത്ത മൾട്ടിപ്ലയർ. അത് ΔY/ΔT എന്ന് പറയാം, അല്ലെങ്കിൽ -C/1 - C എന്ന് പറയാം. ഓക്കെ, -C/1 - C. അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഓർക്കുക. അടുത്ത ഈ TR എന്ന് ഞാൻ ഇട്ടിട്ടുള്ളത് ട്രാൻസ്ഫർ പേയ്മെൻ്റ് ആണ് കേട്ടോ. ട്രാൻസ്ഫർ പേയ്മെൻറ്റ് മൾട്ടിപ്ലയർ കാണാൻ ΔY/ΔTR എന്നോ അല്ലെങ്കിൽ C/1 - C എന്നോ ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത് വരുന്നത് ഓട്ടോണമസ്. ഇവിടെ എക്സ്പെൻഡിച്ചർ ആണ് മൾട്ടിപ്ലയർ. ഓട്ടോണമസ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ കാണാൻ ΔY/ΔA എന്നോ അല്ലെങ്കിൽ 1/1 - C × 1 - T എന്നോ എന്ത് ചെയ്യണം, ഓർത്ത് വച്ചേക്കുക കേട്ടോ. അപ്പം നിങ്ങളിത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, പഠിക്കുക. ഒന്നുകൂടി നമുക്ക് നോക്കാം. 4 മൾട്ടിപ്ലയേഴ്സ്. ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ കാണാൻ 1/1 - C ചെയ്യുക. ടാക്സ് മൾട്ടിപ്ലയർ = -C/1 - C. ട്രാൻസ്ഫർ പേയ്മെൻറ്റ് മൾട്ടിപ്ലയർ = C/1 - C.
ഓട്ടോണമസ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ ഈക്വൽ ടു 1 മൈനസ് സി ഇൻറ്റു 1 മൈനസ് ടി. ഇത് ആദ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും, പക്ഷെ ഒന്ന് എഴുതി പഠിച്ച് നോക്കുക, അപ്പോൾ അതവിടെ സ്റ്റേബിളായിട്ട് ഇരുന്നോളും. ഓക്കെ, ചെറിയ മാറ്റങ്ങളല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത്, അപ്പം കൃത്യമായിട്ട് ഇത് ഓർത്ത് വയ്ക്കുക. ഇനി ഈ 4 ഇക്വേഷൻസ് വെച്ചിട്ടാണ് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു കണക്ക് ജസ്റ്റ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യാനുള്ളത്. ഓക്കെ, സോ ദാ ഇവിടെ നോക്കിക്കോളൂ. ആദ്യമേ തന്നെ നമുക്ക് എം ബി സി ഇവിടെ തന്നിട്ടുണ്ട്. ദറ്റ് ഈസ് ഈ എം ബി സി എന്ന് പറയുന്നത് നമ്മൾ ഈക്വേഷൻസിലൊക്കെ കണ്ട സി എന്ന് പറഞ്ഞു കണ്ടില്ലേ, അതാണ് എം പി സി കേട്ടോ. 0.5, ടി എന്ന് പറയുന്നത് 0.3. ഓക്കെ, അപ്പോൾ നമുക്ക് 4 മൾട്ടിപ്ലയേഴ്സ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഒന്ന് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ. നമുക്ക് ഇക്വേഷൻ അറിയാം 1/1 മൈനസ് സി ആണ് ചെയ്യേണ്ടത്. അപ്പോൾ 1/1 മൈനസ് സി നമുക്കറിയാം 0.5 ആണ്, അത് കൊടുത്തു. അപ്പോൾ നമുക്ക് 2 ആൻസർ ആയിട്ട് കിട്ടി. അടുത്ത് നമുക്ക് കാണാനുള്ളത് ഏതാ? ടാക്സ് മൾട്ടിപ്ലയർ ആണ്. ടാക്സ് മൾട്ടിപ്ലയർ കാണാൻ -c/1 മൈനസ് സി ആണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. സിയുടെ വാല്യൂ നമുക്കറിയാം 0.5 ആണ് അല്ലേ. ദറ്റ് ഈസ് -0.5 ഡിവൈഡഡ് ബൈ 1 മൈനസ് 0.5 അല്ലേ. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? -1 കിട്ടും. ഓക്കെ, ദെൻ അടുത്ത് നമുക്ക് കാണേണ്ടത് ട്രാൻസ്ഫർ പേയ്മെൻറ്റ്. ഞാൻ ഇവിടെ എടുത്ത് എഴുതിയിട്ടുണ്ട്, ട്രാൻസ്ഫർ പേയ്മെൻറ്റ് ആണ്. അപ്പോൾ ട്രാൻസ്ഫർ പേയ്മെൻറ്റ് മൾട്ടിപ്ലയർ കാണാൻ നമുക്ക് ഇക്വേഷൻ അറിയാം c/1 മൈനസ് സി ആണ് വരുന്നത്. ആൻഡ് നമുക്ക് സിയുടെ വാല്യൂ 0.5 എന്ന് അറിയാം. അപ്പോൾ 0.5 ഡിവൈഡഡ് ബൈ 1 മൈനസ് 0.5. അപ്പോൾ നമുക്ക് 1 ആണ് നമുക്ക് ട്രാൻസ്ഫർ പേയ്മെൻറ്റ് മൾട്ടിപ്ലയറിൻ്റെ ഉത്തരമായിട്ട് വരിക. ഇനി നമുക്ക് കാണേണ്ടത് ഏതാ? ഓട്ടോണമസ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ അല്ലേ. അപ്പോൾ അതിന് ഇക്വേഷൻ 1/1 മൈനസ് സി ഇൻറ്റു 1 മൈനസ് ടി ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ സി എന്ന് പറയുന്നത് 0.5 എന്ന് തന്നിട്ടുണ്ട്, ടി എന്ന് പറയുന്നത് 0.3 എന്ന് തന്നിട്ടുണ്ട്. ഇങ്ങനെ റൗണ്ട് ചെയ്തൊന്നും ഇടരുത് കേട്ടോ. ഇത് എന്താ ഞാൻ എന്തോ ചെയ്തപ്പോൾ എനിക്ക് പ്രിപ്പയർ ചെയ്ത നോട്ടായിരുന്നല്ലോ അന്ന്. ഓക്കെ, ആൻഡ് അതുകൊണ്ട് റൗണ്ട് ചെയ്താണ്. ഞാൻ നേരത്തെ കറക്റ്റ് ഇക്വേഷൻ നിങ്ങൾക്ക് കാണിച്ചു തന്നല്ലോ. ഓക്കെ, അപ്പോൾ 1/1 മൈനസ് സി ഇൻറ്റു 1 മൈനസ് ടി. അപ്പോൾ നമുക്ക് 1/1 മൈനസ് 0.5 ആണ് സിയുടെ സ്ഥാനത്ത് വരുന്നത്. ആൻഡ് ടിയുടെ സ്ഥാനത്ത് 0.3. ഇതൊക്കെ ഇവിടെ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. 1 മൈനസ് 0.3. ഇതിനെ സോൾവ് ചെയ്ത് എടുക്കുമ്പോൾ 1.53 എന്നുള്ളൊരു ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു വീഡിയോയിലുള്ളത്. ഞാൻ ഒന്നുകൂടി പറയട്ടെ, എനിക്കിപ്പോൾ എൻ്റെ എക്സാമിൻ്റെ തിരക്ക് കാരണമാണ് കേട്ടോ എനിക്കിത് സെപ്പറേറ്റ്ലി എഴുതി അങ്ങനെ ചെയ്യാൻ പറ്റാത്ത. അപ്പോൾ എന്തെങ്കിലും ക്ലാരിറ്റി പെശകോ അല്ലെങ്കിൽ മീൻസ് എന്താ പറയുക, ഇതൊരു നീറ്റ്നെസ് ആയിട്ട് ഫീൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. ഞാൻ പറഞ്ഞത് ക്ലിയർ ആയിട്ട് മനസ്സിലായെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി, റെക്ടിഫൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കാണും. ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കണം. കാരണം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടോപ്പിക്സിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തതാണ്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, അവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടും. ആൻഡ് ഓൾസോ ഇപ്പോൾ മാക്രോയുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. മൈക്രോയുടെ പ്രോബ്ലംസ് നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞതാണ്, അതും പ്ലേലിസ്റ്റിനകത്താണുള്ളത്. എല്ലാവരും ദയവ് ചെയ്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇത്രയേ ഉള്ളൂ വീഡിയോ. താങ്ക് യു.